കരിവീരന്മാർ തിടമ്പേറ്റുന്ന കാസർഗോഡ് ജില്ലയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ചിറ്റാരിക്കാൽ കിഴക്കൻകാവ് കിരാതേശ്വര ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഏകദേശം 60 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭജനമഠമായി ആരംഭിച്ച ഈ ക്ഷേത്രം ഇന്ന് നിത്യപൂജയുള്ള ഒരു ക്ഷേത്രമായി മാറി. കിഴക്കൻകാവ് പോലെ തന്നെ ഇതുമായി അനുബന്ധിച്ച മറ്റു 3 കാവുകൾ കൂടി ഈ നാട്ടിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. കിഴക്കൻകാവ്, അകമ്പടിക്കാവ്, മുട്ടിക്കാവ്, ചിത്രാടിക്കാവ് എന്നിങ്ങനെ. ഇതിൽ 3 എണ്ണവും നശിക്കുകയും സ്വകാര്യ വ്യക്തികൾ കൈവശമാക്കുകയും ചെയ്തു. ഈ അവശേഷിക്കുന്ന കിഴക്കൻകാവാണ് ഇന്ന് ഇത്രയും പ്രസിദ്ധമായ ക്ഷേത്രമായി മാറിയത്. കിഴക്കൻകാവ് ശ്രീ കിരാതേശ്വര ധർമ്മശാസ്ത്ര ക്ഷേത്രം ഏകദേശം 1968 ഒരു ഭജന ആരംഭിച്ചത്. തുടർന്ന് 92 ഒരു അയ്യപ്പ വിഗ്രഹം പ്രതിഷ്ഠിച്ചുകൊണ്ട് ചെറിയൊരു ശ്രീകോവിൽ നിർമ്മിച്ചു. 2012 ഇന്ന് കാണുന്ന ക്ഷേത്രത്തിൻ്റെ രൂപത്തിൽ കിരാതേശ്വരനെയും അയ്യപ്പനെയും പ്രതിഷ്ഠിച്ച് നിത്യപൂജ നടത്തുന്ന ക്ഷേത്രമായി മാറി. മുൻകാലങ്ങളിൽ 4 കാവുകളുണ്ടായിരുന്നു: കിഴക്കൻകാവ്, അകമ്പടിക്കാവ്, മുട്ടിക്കാവ്, ചിത്രാടിക്കാവ്. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എല്ലാ കാവുകളും നഷ്ടപ്പെടുകയും കിഴക്കൻകാവ് മാത്രം അവശേഷിക്കുകയും ചെയ്തു. അവിടെയാണ് ഇന്ന് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 152 കുടുംബങ്ങളാണ് 5 കിലോമീറ്റർ ചുറ്റളവിലുള്ളത്. അവരാണ് ഈ ക്ഷേത്രത്തെ ഇന്ന് പരിപാലിച്ച് രക്ഷിച്ചു വരുന്നത്. ഇവിടെ ഡിസംബർ 19, 20, 21 ദിവസങ്ങളിൽ മഹോത്സവം നടക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ 2 ആനകൾ തടുമ്പെഴുന്നള്ളിക്കുന്ന ഏക ക്ഷേത്രമാണ് കിഴക്കൻകാവ് ശ്രീ കിരാതേശ്വര ധർമ്മശാസ്ത്ര ക്ഷേത്രം. ആഘോഷ കമ്മിറ്റി പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. അവരാണ് ആഘോഷങ്ങൾ നടത്തുന്നത്. ഈ നാടിൻ്റെ എല്ലാവരുടെയും നാനാവിധ മസ്തരുടെയും സഹായ സഹകരണത്തോടു കൂടിയാണ് ഇന്ന് ഈ ക്ഷേത്രത്തിലെ ആഘോഷ പരിപാടികൾ നടന്നു വരുന്നത്. 150ഓളം ഹൈന്ദവ കുടുംബങ്ങൾ മാത്രമുള്ള ഈ പ്രദേശത്ത് ഇവരുടെ കഠിന പ്രയത്നവും കുടിയേറ്റ ജനതയുടെ സഹായ സഹകരണവും കൊണ്ട് മാത്രമാണ് ഇത്രയും പുരോഗതിയിലും ഉയർച്ചയിലുമാവാൻ ഈ ക്ഷേത്രത്തിന് കഴിഞ്ഞത്.